ഇതാണ് വട്ടവട വില്ലേജ് ഓഫീസ്. ഇത് വന്നിട്ട് ഇങ്ങനെ ഈ കേബേജൊക്കെ കൃഷി ചെയ്ത് ഗ്രാമത്തിനുള്ളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചതിന് ശേഷം ഇവർ ഈ കുതിര പുറത്ത് കയറ്റി ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഇത് വലിയ മുതലാളിമാർക്ക് വിൽക്കും. അവർ ഇതിന് നമ്മുടെ നാടുകളിലും അവിടെ ഇവിടെയായിട്ട് കേരളങ്ങളിലും അങ്ങനെയായിട്ടൊക്കെ എത്തിക്കും. അപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഗ്രാമങ്ങളിലായിട്ട് കൃഷി ചെയ്ത് ഇതുപോലെ കൊണ്ടുവന്ന് ഇതേപോലെ നിർത്തി ഇങ്ങനെ കുതിര വണ്ടിക്ക് കൊണ്ടുവന്നാണ് ഇവർ ഇതിങ്ങനെ അട്ടിയിടുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരൻ നല്ല പയ്യനാണ്. പേരെന്നാ തമ്പി? வினோத் பேர். உங்களுக்கு இது கிலோக்கு எவ்வளோ கிடைக்குங்க வியாபாரம் பண்ணும்போது? 40 ரூபா 50 ரூபா. இந்த 40 ரூபா 50 ரூபா தானே கிட்டும். இங்கே உள்ள நிறைய கிருஷி வச்சுருக்கா? என்னெல்லாம் வச்சுருக்காங்க? கேபேஜ் என்ன இருக்குது? வேறு என்ன இருக்குது? பீன்ஸ் போட்டிருக்கா? பீன்ஸு அடக்கிறதுக்கு ஆகிருக்கா? மூடு இருக்கா? மூடு இப்போ மூடு கிலோ எவ்வளோ இருக்குது? இங்கே ஒரு நல்ல போட்டுக்கு வந்து 100 150 தான் கிடைக்குது. நம்ம ஊருக்கு வந்து 250 350 ரூபாலாம் இது விலை வந்துட்டுருக்கு. இந்த இவருக்கு ஒன்றுமே கிடைக்காது. இவர் தான் கிடந்து கஷ்டப்பட்டு வேலை பார்த்து இதெல்லாம் எடுத்து நம்ம ஊர்லெல்லாம் அனுப்பும் போதே இதில் வந்து இடையில இருக்குது ஆൾക്കാർക്ക് பெரிய பெரிய முதலாளிக்குமாருக்கு தான் காசு. வேறு என்ன எவ்வளோ கஷ்டம் தெரியுமா? இதை வச்சு நல்ல கஷ்டம் இருக்குது இல்லைப்பா. இதெல்லாம் எத்தனை மாதம் வேணும் இது வர்றது? இந்த பொழப்பு ஆகணும்னு எவ்வளோ மாதம் பிடிக்கும்? 90 நாள். இதுக்கு தான் மழையும் தெரியல வெயிலும் நினைச்சு எல்லாமே பண்ணதான் அவங்களுக்கு ஏதாவது கிடைக்கும். எப்படி ஏதாவது உங்களுக்கு கேஸ் கிடைக்குமா? கேஸ் கிடைக்கும். அதெல்லாம் மல்லிகை விலை கிடைக்காது அவருக்கு. கொஞ்சம் கஷ்டமாக தான் விலை கிடைக்குது. இந்த பொருளெல்லாம் நம்ம ஊரில் எல்லாம் வெளியே இதெல்லாம் ஃப்ரெஷ்ஷாக இருக்கும். நல்லா ஃப்ரெஷ்ஷாக பச்சைக்கே சாப்பிட்றா. നമുക്ക് ഇത് പച്ചയായിട്ട് തന്നെ തിന്നാം. ഇവർക്ക് ഉള്ളി സവാള ഉണ്ടോ കൃഷി? ഇല്ല. വെളുത്തുള്ളി ഉണ്ട്. ബൊട്ടാട്ട ഉണ്ടല്ലേ? ബൊട്ടാട്ട. പിന്നെ വേറെ എന്നാ കൃഷി വെച്ചിരിക്കേ? ബീൻസ് ഉണ്ട്. തമ്പി പേരെന്നെ? വിനോദ് ഒരു കർഷകനാക്കും. இந்த ஆள் என்ன பேர் தம்பி? சுரேந்திரன். இந்த ஆள் நல்லா கஷ்டப்படுறேன். ஒரு நல்லா கஷ்டப்பட்டு இதெல்லாம் ஒரு கர்ஷராக இவரை காலை தொட்டு தான் நம்ம வணக்கணும். என்னென்னா இவரே தான் சாப்பாடு போடுறவர். ഇതെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കിതിൻ്റെ വില അറിയില്ല. പക്ഷേ ഇവരാണ് നമ്മുടെ ദൈവങ്ങളാണ് കേട്ടോ. മണ്ണിൽ പണിയെടുത്ത് ഇതൊക്കെ കൊണ്ടിവിടെ എത്തിക്കുന്നത്. മാമാൻ്റെ പേരെന്തോ? പെരുമാൾ. അവരാണ് ഇവിടെ പെരിയ ആള്. പെരുമാൾ. நல்ல பெருமாள். ஒரு வந்து கிருஷி இருக்கா? கிருஷியெல்லாம் பண்ணிட்டு இருக்கா? சரி. அப்புறம் என்ன கிருஷி போட்டிருக்க? இப்போ பீன்ஸ் போட்டிருக்க. இப்போ பீன்ஸ் ஆயிட்டிല്ല. எப்போ ആവും? ഇനി 1 മാസം ആയിട്ട്. അവർ നല്ല മലയാളമൊക്കെ പറയും. ഇനി 1 മാസമാണെന്നാണ് പറയണത്. 1 മാസമാകുമ്പോൾ 1 കിലോ ബീൻസിന് ഇപ്പോൾ എത്ര റേറ്റ് കിട്ടും? അപ്പോൾ ഒരു 40 രൂപ കിട്ടും. 40 രൂപ 1 കിലോയ്ക്ക് കിട്ടും. നല്ല സുന്ദരമായ ബീൻസ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് കൃഷി. ക്യാരറ്റ് കേബേജ് എല്ലാം ഇട്ടിരിക്കുന്നത്. കേബേജ് ഇപ്പോൾ കിലോ എന്തോല? ഇപ്പോൾ കിലോ അറിയിച്ചില്ല. ഇവരെ വച്ചിട്ടുണ്ട്. കേബേജ്. നമ്മൾ ബീട്രൂട്ട് ഉണ്ടല്ലോ. ബീട്രൂട്ട് 1 കിലോ എന്തോലും ഉണ്ട്? അത് 40 രൂപ. 40 രൂപ மட்டும்தானே ഇവിടെ கிடைக்கும். இங்கே கிடைக்கும். சைடில் கிடைக்கும். வெள்ளைப்பூடு அது 250 கிலோ. நல்ல சைஸான 250 ரூபா கிடைக்கும். அங்கே இருக்குது. அந்த வேஸ்ட்டு பூடு எவ்வளோ கிடைக்கும்? வேஸ்ட் இல்லை, நல்ல பூட்டு தான் கிடைக்கும். சரி. எக்ஸ்போர்ட் பண்ண பூட்டு இருக்கும். கேரட் எல்லாம் கிலோ இருக்கா? கேரட் எல்லாம் இருக்கு. மூட்டைக்கு எவ்வளோ விலை வரும்? அது மூட்டைக்கு ஒரு 250 രൂപ പോകും. ഇത് മൂട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്ക് 250 രൂപ കിട്ടും ഒരു ചാക്ക്. എത്ര കിലോ ഇറക്കാം? 50 കിലോയ്ക്ക് വന്ന് 250 രൂപ. നമ്മുടെ നാട്ടിൽ 100 രൂപ 110 രൂപ 140 രൂപ വില എനിക്കുന്നത്. ഇതുപോലെ വയസ്സായ മാമന്മാർ കഷ്ടപ്പെട്ട് കേരളത്തിലെല്ലാം കൃഷി ചെയ്ത് ഇവർക്ക് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് പോവും. ഇത് നമ്മുടെ കൈകളിൽ എത്തുമ്പോഴത്തേക്ക് വൻ വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അപ്പം നല്ല സൈറ്റ് ഇതാണ്. നല്ല വട്ടവടയെന്ന് പറഞ്ഞാൽ നല്ല ഭാഗങ്ങളാണ്. ഒരുപാട് പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മഴയുടെ ഒരു കാലാവസ്ഥ വന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാം കാണിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട. ഹൈ ഗൈസ്, നമ്മൾ എപ്പോൾ ആയിരുന്നാലും ശരി തന്നെയാണ്. നിങ്ങളുടെ 1 or 2 ട്രിപ്പ് വന്നിട്ട് ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും ഉള്ളിലുള്ള ഗ്രാമങ്ങളെല്ലാം കയറി നമ്മൾ കാണിക്കുക. ഇത് നമ്മളെ ജീപ്പിൻ്റെ ഡ്രൈവറാണ്. പുള്ളിയുടെ നമ്പർ ഞങ്ങളിവിടെ കൊടുത്തിരിക്കാം. നിങ്ങളെപ്പോൾ വന്നു കഴിഞ്ഞാലും പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് സർവീസ് കിട്ടും. എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കും. പുള്ളി നൈറ്റ് ട്രേഡൊക്കെ ഉണ്ട്.
കാട്ടിലൂടെയൊക്കെ കൊണ്ടുപോകും. അതൊക്കെ നല്ല റൂമിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ ചന്ദ്രബോസ്. ഒരു ഹൈ പറഞ്ഞു നമ്മുടെ ഹൈ ഓടിക്കൊണ്ടിരിക്കുന്നു. ഹായ്. അപ്പോൾ ചന്ദ്രബോസിനെ കാണുക. ചന്ദ്രബോസിൻ്റെ ജീപ്പ് നമ്പറാണ് 66 KL5D. ഇതാണ് നമ്മുടെ ജീപ്പ്. അപ്പോൾ പുള്ളിയെ കാണുക. പുള്ളിയുടെ നമ്പർ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ കിട്ടാം. ആ പുള്ളിയുടെ വണ്ടിയുടെ നമ്പർ ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ നമ്പർ നോട്ടിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധപ്പെട്ടവരോ വരുവാണെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. വേറെ വണ്ടിയുടെ പേരാണ് അൻഷ. വണ്ടിയുടെ പേരാണ് ഹോം സ്റ്റേ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനെ ബന്ധപ്പെടുക. ഇദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ കേട്ടാണ്. നല്ല സർവീസ്, നല്ല ഇറക്കി നമുക്ക് എല്ലായിടത്തും കാണിച്ചു തരികയും. ഇപ്പോൾ മഴ കാരണം മഴ വന്നു പോയതിലാണ് നമുക്കിത് കാണാൻ കഴിയാതെ പോയത്. പല സ്ഥലങ്ങളുണ്ടായിരുന്നു, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങി ചെല്ലാൻ കഴിയില്ല ഗൈസ്. ഇനിയൊരു സമയം നമ്മളിതെല്ലാം നിങ്ങളെ കാണിക്കും. തീർച്ചയായിട്ടും ഒരു ട്രിപ്പ് കൂടി ഞങ്ങൾ വരുന്നുണ്ട്. വന്ന് നിങ്ങളെ മൊത്തമായിട്ട് ഇതിൻ്റെ ഉൾക്കാഴ്ചകളും എല്ലാം ഇവിടെ ഒരു 5 ദിവസം നമുക്ക് നിന്ന് ഈ ഉൾക്കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങളുടെ എല്ലാവരും വരണം, വന്ന് എൻജോയ് ചെയ്യണം. ഓക്കെ, ഒരു കൈ കൂടെ പറഞ്ഞ് ഹായ് ബൈ ബൈ. വട്ടവട പാക്കേജ് വട്ടവട. ഹായ് എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ